2020 ജൂൺ മാസം 15-ാം തീയതിയാണല്ലോ ഗാൽവനിൽ ഭാരതത്തിൻ്റെയും അതുപോലെ തന്നെ ചൈനയുടെയും സൈന്യം തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആദ്യഘട്ടത്തിൽ ഭാരതത്തെ സംബന്ധിച്ച് നമുക്ക് 20 സൈനികരെ നഷ്ടപ്പെട്ടു. പിന്നീട് നമ്മുടെ പ്രത്യാക്രമണത്തിൽ ഏതാണ്ട് 40-ന് മുകളിൽ ചൈനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അങ്ങനെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഏറ്റുമുട്ടൽ നിലനിൽക്കുന്ന ഘട്ടത്തിലാണോ ചൈന ഇത്തരമൊരു അണുപരീക്ഷണം ഈ ലഡാക്ക് മേഖലയിൽ, പ്രത്യേകിച്ച് ഗാൽവൻ മേഖലയിൽ നടത്തിയതായി അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കുന്നത്? സാഹചര്യം, അതായത് ഈ ഡേറ്റ് കൃത്യമായി അദ്ദേഹം അറിയിക്കുകയായിരുന്നു. അതായത് തോമസ് ജെ ഡിനാനോ കൃത്യമായി ഡേറ്റ് അറിയിച്ചതിൻ്റെ പിന്നാലെയാണ് ഇത്തരമൊരു നിരീക്ഷണം അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇൻ്റലിജൻസ് വിവരങ്ങളുണ്ട്, കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ, നമ്മളിപ്പോൾ കേട്ടതുപോലെ കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ അമേരിക്കയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. ചൈന വീണ്ടും ആണവ പരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ആണവ പരീക്ഷണം നടന്ന ദിവസം ജൂൺ 22 ആണ്, 2020 ജൂൺ 22 ആണ് എന്ന് കൃത്യമായും അതൊരു അന്താരാഷ്ട്ര ഫോറത്തിൽ തന്നെ അദ്ദേഹം അറിയിക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ് യു എന്നിൻ്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ആ ഒരു ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്ത് പറഞ്ഞ ഏറ്റവും നിർണായകമായൊരു ഘടകവും ഇതാണ്: ചൈന ആണവ പരീക്ഷണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആണവായുധ പരീക്ഷണം നടത്തുന്നില്ല എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല. നടത്തിയിട്ടുണ്ട്, ഇന്ന ദിവസമാണ് നടത്തിയത് എന്ന് സ്വാഭാവികമായും അദ്ദേഹം കൃത്യമായി അറിയിക്കുകയും ചെയ്തു. ഈ അറിയിച്ചതിന് പിന്നാലെയാണ് മറ്റു വിഷയങ്ങൾ, അതായത് ഗാൽവൻ താഴ്വരയിലെ ഈ കടന്നുകയറ്റത്തിന് പിന്നാലെ അല്ലെങ്കിൽ ഗാൽവൻ താഴ്വരയിൽ ചൈനീസ് സൈന്യം കടന്നുകയറിയ ഒരു സംഘർഷമുണ്ടായതിന് പിന്നാലെയാണ് ഈ പരീക്ഷണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ആണവായുധ സംവിധാനങ്ങളുള്ളൊരു രാജ്യമാണ്. എങ്കിലും കൂടുതൽ ആധുനികമായ ആണവായുധങ്ങൾ, അതായത് ഇലക്ട്രോണിക് നാവിഗേറ്റബിളായ അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആണവായുധങ്ങളുടെ പ്രയോഗമാണ് ഇപ്പോൾ ഭാരതത്തിൽ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതവും അതിൻ്റെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. എങ്കിൽ കൂടി ആണവ പോർമിനെ വഹിക്കാൻ ശേഷിയുള്ള സംവിധാനം തയ്യാറാക്കുക എന്നതിനപ്പുറം ഇപ്പോൾ പരീക്ഷണങ്ങളോ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇത് നടന്നത് കൃത്യമായ ഒരു ആണവ പരീക്ഷണം തന്നെയാണ്. ആണവ പരീക്ഷണം നടന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ്. ആണവ പരീക്ഷണം ഭൂമിക്കടിയിലും അല്ലാതെയും ഒക്കെ നടത്തുന്ന ഒരു രീതിയാണുള്ളത്. അത്തരത്തിലെ പരീക്ഷണം നടത്തിയാൽ, ലോകത്തെവിടെയും ആ പരീക്ഷണം നടത്തിയാൽ കൃത്യമായി തിരിച്ചറിയാൻ സംവിധാനങ്ങളുള്ള, ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകളുള്ള, രാജ്യങ്ങളുമായി ബന്ധങ്ങളുള്ള ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകൾ കൈമാറുന്ന വിശാലമായ സംവിധാനങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് അമേരിക്ക. സ്വാഭാവികമായും അമേരിക്കയ്ക്ക് ആ നിമിഷം തന്നെ ആ വിവരം ലഭ്യമാകുകയും ചെയ്യും. അതിൻ്റെ ഭൗമശാസ്ത്രപരമായ വിഷയങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നയതന്ത്രപരമായ ബന്ധങ്ങളും എല്ലാം തന്നെ ഈ സിസ്റ്റം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായ ഒരു നടപടി ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതായത് ആണവ പരീക്ഷണം നടത്തിയെന്ന നിഗമനത്തിലെത്തിയത് നടത്തിയത് ഈ 7 ദിവസത്തെ അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഗ്യാപ്പിനിടയിലാണ് ഈ നടന്നത്. അതായത് ഗാൽവൻ താഴ്വരയിലെ ഈ കടന്നുകയറ്റവും സംഘർഷത്തിൻ്റെയും പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നതാണ് ഗൗരവമർഹിക്കുന്നൊരു വിഷയം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഭാരതവുമായ ഒരു ആണവ യുദ്ധത്തിനുള്ള പുറപ്പാടായിരുന്നു ചൈന നടത്തിയത് എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനെ ഒരു ആശങ്ക ഉയരുന്നതിനും തീർത്തും യാഥാർത്ഥ്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൻ്റെ പല മേഖലകളിലും ചൈന ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തിയ വിഷയങ്ങളുണ്ട്. അരുണാചലിലൊക്കെ അത് കൃത്യമായുണ്ട്. അത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ പ്രതിരോധം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഭൂമിയൊന്നും തന്നെ വിട്ടുകൊടുക്കാതെ ശക്തമായ സൈനിക സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നൊരു കാലഘട്ടത്തിലായിരുന്നു ഈ സംഭവം എന്നതാണ് അതീവ ഗൗരവമുള്ള വിഷയം. അത്തരത്തിലൊരു സൈനിക സംവിധാനം ഒരുക്കിയൊരു പശ്ചാത്തലം അന്ന് നിലനിന്നിരുന്നു. പിന്നീടാണ് ഭാരതവും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്ന, ദുർബലമെങ്കിലും നിലനിന്നിരുന്ന ബന്ധങ്ങളെല്ലാം തന്നെ തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും പ്രതിനിധി തല ചർച്ചകൾ നിന്നുപോവുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ്, 4 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഈ ഗാൽവൻ വിഷയത്തിന് 4 വർഷത്തിന് ശേഷമാണ് അതിർത്തിയിലെ സൈനിക വിന്യാസത്തെ പിൻവലിക്കുക, അത്തരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള നടപടികളുമായി ഭാരതം മുന്നോട്ട് പോവുകയും ചെയ്തത്, അല്ലെങ്കിൽ ചൈനയും ആ ധാരണയിലെത്തുകയും ചെയ്തത്. പക്ഷേ ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ഒരു ആണവ ലക്ഷ്യം ഭാരതത്തിനെതിരെ ചൈന നിലനിർത്തിയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഗാൽവൻ സംഘർഷത്തിന്റെ ഒരു പ്രത്യേകത എന്നത് ചൈനയ്ക്കൊരു ശക്തമായ മറുപടി ഭാരതം സൈനികമായി നൽകിയ ഒരു സംഭവമാണ്. നമുക്കറിയാം, സാധാരണയായി ചൈനയും ഭാരതവും തമ്മിലുള്ള മുൻകാല സംഘർഷങ്ങളുടെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരണകാലത്തിലൊക്കെ നെഹ്റു തൊട്ട് മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ കാലത്ത് ചൈന നടത്തിയ പ്രകോപനങ്ങൾക്ക് ഭാരതം മറുപടി നൽകിയിരുന്നില്ല. അത് AK ആന്റണിയെ പോലെ മലയാളിയായ നമ്മുടെ പ്രതിരോധ മന്ത്രി ലോക്സഭയിൽ തന്നെ തുറന്ന് പറഞ്ഞിരുന്നു. അതായത്, ഞങ്ങൾക്ക് ഭയമാണ്, അതിർത്തിയിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് ഭയമാണ് ചൈനയോട് എന്ന് ആന്റണി തന്നെ തുറന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്നാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് ചൈനയ്ക്ക് തിരിച്ചടി നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അപ്പോൾ അതിനുള്ളൊരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രകോപനമായിരിക്കുമോ ഒരുപക്ഷെ ഈ ആണവ പരീക്ഷണം?
തീർച്ചയായും ഗൗതം, അതൊരു വസ്തുത തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതാണ് 20 പേർ ഭാരതത്തിൻ്റെ 20 ധീര സൈനികർ വീരമൃത്യു വരിച്ച ഒരു സംഘർഷമാണ് ഉണ്ടായത്. അത്തരത്തിലൊരു വീരമൃത്യു വരിച്ച ഒരു സംഭവം ഭാരതത്തിലുണ്ടായപ്പോൾ 20 പേർ നമ്മുടെ സൈനികർ നഷ്ടപ്പെടുത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സമാനമായ രീതിയിൽ ചൈനയ്ക്കും വലിയ തോതിലുള്ള സൈനിക നഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്നു. 1964 ഒക്ടോബറിലാണ് ചൈന ആദ്യമായി അവരുടെ അണുപരീക്ഷണം നടത്തുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഭാരതം ആണവ പരീക്ഷണം നടത്തുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആണവ രാഷ്ട്രമായി മാറേണ്ടത് അനിവാര്യമാണ് എന്ന ചിന്ത അവിടെ നിന്നാണ് ഭാരതത്തിന് ആരംഭിക്കുന്നത്. കാരണം ചൈനയെപ്പോലെ ഒരു രാജ്യം 1964 ആണവശക്തി ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ കയ്യിൽ ഇതില്ല എങ്കിൽ നാം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ദുരന്തത്തെപ്പറ്റി അന്ന് തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, സൈനിക നേതൃത്വം മുൻകൂട്ടി കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമ്മളും ഒരു ആണവശക്തിയായി. അപ്പോൾ ചൈന ഈ ഘട്ടത്തിൽ രൂപപ്പെടുത്തുന്ന പ്രകോപനം അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്, ഒപ്പം അമേരിക്കയാണ് ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നത് എന്നതിലെ രാഷ്ട്രീയം കൂടി ഒന്ന് വളരെ വേഗത്തിൽ വിശദീകരിക്കും ഐസക്. തീർച്ചയായും ഗൗതം, അമേരിക്ക ഇത് ചൂണ്ടിക്കാണിക്കുന്നു എന്നതിലെ രാഷ്ട്രീയം ഏറ്റവും നിർണായകമാണ്. നമുക്കറിയാവുന്നതാണ്, ഇത് വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 5 വർഷത്തിന് 6 വർഷത്തിന് ശേഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമായൊരു ഘടകം. നമുക്കറിയാവുന്നതാണ് ഭാരത ചൈന റഷ്യ കരാറിൻ്റെ ധാരണ. അത്തരത്തിൽ ചൈനയുമായി ഭാരതം അടുക്കുന്നു എന്ന ഒരു നിലപാട് അമേരിക്കയിലെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതാണ് അമേരിക്കയിലെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ചൈന ഭാരതവുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ സൈനിക ധാരണകളെല്ലാം തന്നെ അത്ര കണ്ട് സുതാര്യമാണോ അല്ലെങ്കിൽ വിശ്വസനീയമാണോ എന്ന് സംശയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടുകളുടെ ഭാഗമായി ഉണ്ടായ ഒരു നീക്കമാണ്. ഇരു രാജ്യങ്ങളും കൃത്യമായി സംയുക്ത പട്രോളിംഗ് നടത്തുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളിലെല്ലാം തന്നെ അത് ഫുൾ പ്രൂഫായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടി, അല്ലെങ്കിൽ അതിൽ തെറ്റു പറയാനുള്ള ഒരു കുറ്റം കണ്ടെത്താനുള്ളൊരു സാധ്യതയില്ല എന്നൊരു വസ്തുത തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി, ഇതിൻ്റെ രാഷ്ട്രീയം അതീവ ഗൗരവമുള്ളൊരു രാഷ്ട്രീയം തന്നെയാണ്. ചൈനയുമായി ഭാരതം അടുക്കുന്നതിനെ കൂടുതൽ അടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ തടയിടുക എന്നൊരു ലക്ഷ്യം അമേരിക്കയ്ക്ക് നിക്ഷിപ്തമായി ഉണ്ടായിരിക്കാം എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല റഷ്യയുമായുള്ള ബന്ധവും അതുപോലെ തന്നെ ഈ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ ഒരു ശാക്തീകരണവും എല്ലാം തന്നെ തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു കാര്യമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, പാകിസ്ഥാനുമായി അടുക്കാൻ ശ്രമിച്ച അമേരിക്ക സ്വാഭാവികമായും പാകിസ്ഥാൻ്റെ ഒരു പൊതു സ്വഭാവത്തെ സ്വീകാര്യമല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നൊരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ വൻതോതിൽ ചൈനയുടെ സഹായങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ചൈനയെ എതിർക്കുന്ന ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ഈ ചൈനയെ എതിർക്കുക എന്നതിനപ്പുറം, ചൈനയുടെ വിഷയങ്ങൾ കണ്ടെത്തുക എന്നതിനപ്പുറം പാകിസ്ഥാനെ നിയന്ത്രിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയായിരിക്കാം എന്നും ചില നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ എന്താണ്, ഇത്തരത്തിലുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ ആണവ പരീക്ഷണം നടത്തിയാൽ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ അത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുന്ന ഒരു രീതിയാണ് സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളത്. റഷ്യ ഇത്തരത്തിലുള്ള ആണവ പരീക്ഷണം നടത്തിയ വേളയിലെല്ലാം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായ പരീക്ഷണം നടന്നുവെന്ന് കണ്ടെത്തുകയും അതെല്ലാം അറിയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പല രാജ്യങ്ങളെ സംബന്ധിച്ചും അത്തരത്തിലുള്ള ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഗാൽവൻ സംഘർഷത്തിന് ശേഷം, ഈ സംഭവം ഉണ്ടായതിന് ശേഷം വീണ്ടും 4 വർഷം കഴിഞ്ഞ് പ്രശ്നങ്ങൾക്ക് ഒരു തണുത്ത അവസ്ഥയിലേക്ക് എത്തുകയും കുറേയൊക്കെ ധാരണകളിലേക്ക് കാര്യങ്ങൾ ചെല്ലുകയും ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഈ വിഷയം ഉയർന്നു വന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അത് തീർച്ചയായും നടന്ന യോഗത്തിൻ്റെ പ്രാധാന്യവും ഏറെ ഗൗരവമുള്ളതാണ്. എന്തായാലും അമേരിക്ക ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഒരു വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ്. 2020 ഗാൽവൻ സംഘർഷ കാലത്ത് ചൈന ഗാൽവൻ മേഖലയിൽ തന്നെ അണുപരീക്ഷണം നടത്തിയെന്ന വെളിപ്പെടുത്തലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം 2020 ഗാൽവൻ സംഘർഷം എന്ന് പറയുന്നത് ഭാരതവും ചൈനയും തമ്മിലൊരു അപ്രഖ്യാപിത യുദ്ധ സാഹചര്യത്തിലേക്ക് പോയ ഒരു പശ്ചാത്തലമായിരുന്നു. ഭാരതത്തിൻ്റെ 20 സൈനികരെ ചൈനീസ് പട്ടാളം കൊലപ്പെടുത്തിയതിന് ശക്തമായ തിരിച്ചടി ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. 40-ലധികം ചൈനീസ് പട്ടാളക്കാരെ വകവരുത്തിക്കൊണ്ടാണ് ഭാരതം അന്ന് ശക്തമായ മറുപടി ബെയ്ജിങ്ങിന് നൽകിയത്. അതിന് 7 ദിവസങ്ങൾ കഴിഞ്ഞ് അതേ സെക്ടറിൽ ഒരു അണുപരീക്ഷണം ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഐസൺ ജോസാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന് ഒരു